ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ട്രാക്ടറിൻ്റെ ഹൈഡ്രോളിക്കൊക്കെ പൊക്കണേ ആമിൻ്റെ ബോൾ ലൂസായിട്ട് അത് പുറത്ത് ചാടാനിരിക്കുന്നത് ഏകദേശം. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോളിൻ്റെ ചുറ്റുഭാഗം നമുക്ക് കമ്പി കൊണ്ട് ഒരു 4 ഇഞ്ചിൻ്റെ കമ്പി കൊണ്ട് റിങ് വെച്ചിട്ട് വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്യാം. പക്ഷേ അതൊരിക്കലും ഫുൾ ക്ലിയർ ആവില്ല. അതിനെക്കാട്ടും ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഈ ബോളിൻ്റെ പീസ് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ ബോൾ ഇങ്ങനെ പുറത്ത് ചാടും തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബോളിൻ്റെ പീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലുള്ള. അതിന് ഏകദേശം ഒരു പീസിന് 450 രൂപയാണ് ഇതിൻ്റെ വില. അത് വെൽഡിങ് ചെയ്യാൻ ഏകദേശം ഒരു 150 രൂപ വരും. പുതിയ പീസ് അതിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ നീളം എത്രയാണോ ആ നീളത്തിനനുസരിച്ചിട്ട് പഴയ പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നീളം വ്യത്യാസം വരും മൊത്തത്തിൽ. കാരണം പുതിയ പീസുകളും പല അളവാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് വെൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നം വരില്ല. നല്ല സ്ട്രോങ് ആയിരിക്കും എപ്പോഴും. ഇത് ഈ ഇൻട്രസ്റ്റിലത്തെ ഓരോ മോഡലുകളാണ്. ഗ്രിൽസ് വർക്കുകളും അതുപോലെ കട്ടിൽ വർക്കുകളും ജനൽ വർക്കുകളൊക്കെ എടുക്കുന്ന ഒരു എൻജിനീയറിങ് വർക്കുകളൊക്കെ ചെയ്യണ ഇൻട്രസ്റ്റിലാണിത്. ഇത് നമ്മളെ മരത്തിൻ്റെ കട്ടിലക്കാലിന് പകരം ചെയ്യണ തുരുമ്പ് പിടിക്കാത്ത ഷീറ്റ് വെച്ചുണ്ടാക്കണ കട്ടിലക്കാലാണ് നമ്മളെ സൈഡിൽ കണ്ടത്. ഈ ഇൻട്രസ്റ്റിൻ്റെ പേര് 4 സ്റ്റാർ എൻജിനീയറിംഗ് വർക്ക്സ് ഇൻട്രസ്റ്റിലാണിത്. ഏത് മോഡലുള്ള സ്റ്റീൽ വർക്കുകൾ അതുപോലെ ഗ്രിൽസ് വർക്കുകൾ അത് ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തുതരും. ഏത് ലേറ്റസ്റ്റ് മോഡൽ എല്ലാ വർക്കുകളും ഇവർ ചെയ്തുതരും. ഇവരെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ മതി. എവിടെ വന്നിട്ട് വേണമെങ്കിൽ ഇവർ ചെയ്തു തരും. നമ്മൾ ഈ ആമ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ 2 ഭാഗവും ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒന്ന് കൂർപ്പാക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെച്ച് വെൽഡ് ചെയ്യുമ്പോൾ വെൽഡിങ് കൂടുതൽ അതിന് പിടുത്തം കിട്ടാനാണെന്ന്. അല്ലെങ്കിൽ പുറമേ ഉള്ള ഭാഗത്ത് മാത്രമേ ഇതിൻ്റെ വെൽഡിങ് കിട്ടുള്ളൂ. അതിനാണ് ഇങ്ങനെ 2 ഭാഗം ഗ്രൈൻഡ് ചെയ്യുന്നത്. ഈ ഗ്രിൽസുകളൊക്കെ ഓരോ സൈറ്റിലേക്ക് ഓർഡർ പ്രകാരം അവർ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം വർക്ക് കഴിഞ്ഞതാണ്. ഇത് ഇഞ്ചസ് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കണ്ടത് നമ്മൾ. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക. എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് എല്ലാ സാധാരണ ഇൻട്രസ്റ്റിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇതിനു വേണ്ടി നമ്മൾ വേറെ പുറത്തുള്ള ഹൈടെക് ലെയ്ത്ത് വർക്കുള്ളിടത്തൊന്നും കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. അതിന് കറക്റ്റ് അലൈൻമെൻറ്റ് നോക്കിയാൽ മതി എന്നുള്ളൂ. കാരണം ഒരാമുമ്പോൾ 2 ബോളിൻ്റെ പീസ് വരും. അത് രണ്ടും 2 സൈഡിലേക്കാണ് അത് വെക്കൽ. ഒന്ന് റൈറ്റ് സൈഡിലേക്കാണ്, ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക്. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് ഉയർച്ചയോ താഴ്ചയോ ഉണ്ടാകാൻ പാടില്ല. അതൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് ടാഗ് ചെയ്തിട്ട് പിന്നെ അത് ഫുൾ വെൽഡിങ് ചെയ്താൽ മതി.
വർക്ക് ഏകദേശം ഫുള്ളായി. ഇനിയിപ്പോൾ അതിന് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയിലാണ്. പൊട്ടി വർക്ക് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫില്ലർ അടിക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ കവറായി നിൽക്കുള്ളൂ റെട്ടടിക്കുമ്പോൾ. ഇതൊന്നും ശരിക്ക് അത് വെൽഡ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ച് ഓർഡറാണ് സാധാരണ ചെയ്യാറ്. പിന്നെ നമ്മളൊരു വർക്ക് എടുക്കുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള രൂപത്തിലാണ് ചെയ്യാറ് സാധാരണ. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.